രക്തരക്ഷസ് തളയ്ക്കപ്പെട്ടു. എങ്കിലും മനയ്ക്കലെ ശാന്തി തിരിച്ചു വന്നില്ല. ആ രാത്രിയിൽ തമ്പുരാൻ കണ്ടത് വളരെ ഭയാനകമായ കാര്യമായിരുന്നു. തൻ്റെ മുറിയിലെ ഭിത്തിയിൽ നിന്നും രക്തമൊലിച്ചിറങ്ങുന്നു. നിലത്തടിച്ചുറപ്പിച്ച ഇരുമ്പാണിയിൽ നിന്നും ഒരു തരം മൂളൽ ശബ്ദം കേട്ടു തുടങ്ങി. കത്തനാർ മുന്നറിയിപ്പ് തന്നത് സത്യമാവുകയായിരുന്നു. തുരുമ്പ് പിടിക്കുന്നതിന് മുൻപേ ശാപം അതിൻ്റെ പുതിയ വഴി കണ്ടെത്തിയിരിക്കുന്നു. തമ്പുരാൻ നിലവിളിച്ചുകൊണ്ട് കത്തനാർ താമസിക്കുന്ന പള്ളിയിലേക്ക് ഓടി. അച്ചോ, രക്ഷിക്കണം! ആണി വിറയ്ക്കുന്നു, ഭിത്തികൾ സംസാരിക്കുന്നു. തമ്പുരാന്റെ വിലാപം കേട്ട് കത്തനാർ തൻ്റെ ജപമാലയും വടിയുമായി വീണ്ടും പുറപ്പെട്ടു. മനയിൽ തിരിച്ചെത്തിയ കത്തനാർ തൻ്റെ മന്ത്രവടി നിലത്തു കുത്തി. ഈ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടത് വെറും സ്വർണമല്ല, ഒരാത്മാവിൻ്റെ അവസാന ശ്വാസമാണ്. അദ്ദേഹം ഗർജിച്ചു. കത്തനാരുടെ ആജ്ഞപ്രകാരം മനയുടെ തെക്കേ മൂലയിലെ തറ പൊളിക്കാൻ തുടങ്ങി. അവിടെ ആഴത്തിൽ മറവു ചെയ്ത നിലയിൽ പഴയൊരു ചെമ്പു പേടകം കണ്ടെടുത്തു. പേടകത്തിന് മുകളിൽ പുരാതനമായ മന്ത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു. അത് തുറക്കാൻ ശ്രമിച്ച തമ്പുരാന്റെ കൈകൾ പൊള്ളിക്കരിഞ്ഞു. അതൊരു സാധാരണ പേടകമായിരുന്നില്ല, അതൊരു പ്രേതബന്ധന പേടകമായിരുന്നു. കത്തനാർ പേടകത്തിന് മുകളിലായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ജലം തളിച്ചു. പേടകം തനിയെ തുറക്കപ്പെട്ടു. അതിനുള്ളിൽ നിന്നും വെളുത്ത പുക ഉയർന്നു വന്നു. ആ പുകയ്ക്കിടയിൽ നിന്നും സുന്ദരിയായ ഒരു സ്ത്രീരൂപം തെളിഞ്ഞു വന്നു. അവളായിരുന്നു അത്, ആ കൊല്ലപ്പെട്ട സ്ത്രീ. ആ ആത്മാവ് ഇപ്പോൾ ഒരു യക്ഷിയായി മാറിയിരിക്കുന്നു. എൻ്റെ രക്തം പുരണ്ട ഈ സ്വർണം മനയുടെ ഐശ്വര്യം നശിപ്പിക്കും, അവൾ അലറി. തമ്പുരാന്റെ പൂർവികർ അവളെ കൊന്നത് വെറും ധനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ആ കുടുംബത്തിലെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു. യക്ഷി കത്തനാർക്ക് നേരെ പാഞ്ഞെടുത്തു. മനയുടെ തൂണുകൾ തകർന്നു വീഴാൻ തുടങ്ങി. കത്തനാർ തൻ്റെ വടി ഉയർത്തിപ്പിടിച്ച് ഒരു പ്രകാശവലയം തീർത്തു. നിന്റെ പക ന്യായമാണ്, പക്ഷേ നിരപരാധിയായ ആ പെൺകുട്ടിയെ നീ എന്തിനു വേട്ടയാടുന്നു? കത്തനാർ ചോദിച്ചു. യക്ഷിയുടെ രൂപം മാറി ഭീകരമായി. അവൾ ചുറ്റുമുള്ള വായുവിനെ തണുപ്പിച്ചു. കത്തനാർ തൻ്റെ കയ്യിലെ കുരിശ് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ശക്തിയിൽ മനയ്ക്കലെ അന്തരീക്ഷം ആകെ പ്രകമ്പനം കൊണ്ടു. ഒടുവിൽ യക്ഷിയുടെ പകയ്ക്ക് ശാന്തി നൽകാൻ കത്തനാർ ഒരു നിബന്ധന വെച്ചു. ഈ സ്വർണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക, ഇവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക, എങ്കിൽ മാത്രമേ നിനക്ക് മോക്ഷം ലഭിക്കൂ. കത്തനാർ യക്ഷിയോട് പറഞ്ഞു. വിമുഖതയോടെയാണെങ്കിലും തമ്പുരാൻ തൻ്റെ പൂർവികർ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് തീരുമാനിച്ചു. യക്ഷിയുടെ രൂപം പതുക്കെ ശാന്തമായി, പ്രകാശമായി മാറി അന്തരീക്ഷത്തിൽ അലിഞ്ഞുചേർന്നു. എന്നാൽ കത്തനാർ ആ ചെമ്പു പേടകം കയ്യിലെടുത്തു. ഇത് ഇവിടെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, അദ്ദേഹം മന്ത്രിച്ചു. അദ്ദേഹം മനയുടെ പടികളിറങ്ങുമ്പോൾ ദൂരെ കാട്ടിൽ നിന്നും മറ്റൊരു ഭീകരമായ അട്ടഹാസം കേട്ടു.